ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് SCERT ചാപ്റ്റേഴ്സ് അല്ല. ഇപ്പം SCERT മാത്രമല്ല, NCERT-യിലതും പിന്നെ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള തുല്യതാ ചാപ്റ്റേഴ്സിനും ഒക്കെ പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഈ അടുത്തായിട്ട് 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പാഠപുസ്തകത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ചിലതിൽ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില പാഠഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ തന്നെ അതേപോലെ മാറ്റി ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ, എന്തായാലും ഇതും കൂടെ നോക്കിയിട്ട് പോവാം. അപ്പം എനിക്കറിയാം നിങ്ങളെല്ലാവരും LDCന്റെ അവസാനഘട്ട റിവിഷനിലായിരിക്കും. ഈ ഒരു വീഡിയോന്റെ മുന്നിലിരിക്കുന്ന ഒരു 10 മിനിറ്റ് പോലും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഭാഗത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഇല്ലാത്ത രീതിയിൽ, ഇനി ഒരു ഭാഗത്തേക്ക് റിവിഷൻ ഇല്ലാത്ത രീതിയിൽ ഈ ഒരു സമയം കൊണ്ട് നിങ്ങളത് സെറ്റ് ചെയ്തിട്ട് പോവുക. അപ്പം ഇനിയും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതുപോലെ NCERT തുല്യതാ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും. നിങ്ങൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ PSC പഠിക്കുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറഞ്ഞിട്ടുള്ള പാഠം. നോക്കാം, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അടുത്തായിട്ട് എക്സാമുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചില ആളുകൾ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ അതേപോലെ തന്നെ അനോട്ടേഷൻസ് ആയിട്ട് ചോദിച്ചിട്ട് ഇത് ആരുടെ വാക്കുകളാണ്, ഇതൊക്കെ നമ്മൾ സോഴ്സ് അന്വേഷിക്കുന്ന സമയത്ത് ഇത് SCERT-യിലെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളിലുള്ള കാര്യങ്ങളാണ് PSC അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണിത്. വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ഭരണഘടനയിലേക്ക് എത്താനുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാര്യങ്ങളും അതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പാഠത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയുന്നില്ല, കാരണം ഓരോ സെന്റൻസും നിങ്ങൾ കാണേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. SCERT-യിലെ പാഠഭാഗങ്ങളിലെ ഓരോ സെന്റൻസും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടിട്ട് തന്നെ പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതേ കാര്യങ്ങൾ വേറൊരു രീതിയിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ വായിച്ചത് ഓർത്തിട്ട് എഴുതാൻ വേണ്ടിക്കൊണ്ട് കഴിയണം. നോക്കുക, ബ്രിട്ടീഷുകാരായിരുന്നു ആ സമയത്ത്, അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് മുന്നേ ഇവിടെ ഭരണം നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത് എങ്ങനെയാ? ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല, ഓരോ നിയമങ്ങൾ, കൗൺസിൽ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഭരണം നടത്തിയിട്ടുള്ളത്. നോക്കുക, വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 47 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഇന്ത്യയുടെ അവസ്ഥയാണ് മെയിനായിട്ടുള്ള കാര്യം. അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈവിധ്യം, ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് എല്ലാരെയും പരിഗണിക്കുന്ന രീതിയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർക്ക് ഭയങ്കര ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ഇനി ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയരാക്കപ്പെട്ടിരുന്നു. നമുക്ക് മൗലികാവകാശങ്ങൾ പോലെയുള്ള ഒരു അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹിക ദുരാചാരങ്ങളും പിന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഇതൊന്നും നമുക്കിന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാവുന്ന രീതിയിൽ ഒരു ജനാധിപത്യ രീതിയിൽ ഇവിടെ ഭരണം ഉണ്ടാവണമെന്നും ഒരു ക്ഷേമ രാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പമാണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഭരണഘടന നിർമ്മാണ സഭയിൽ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് എന്തായിരിക്കണം ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കണം ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് ഉള്ളൊരു പ്രമേയം ജവഹർലാൽ നെഹ്റു തയ്യാറാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ആരാണ് തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ് തയ്യാറാക്കിയത്. ജവഹർലാൽ നെഹ്റു തന്നെയാണ് 1946
ഡിസംബർ 13 ഇത് എവിടെ അവതരിപ്പിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതും. നോക്കുക, ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ. ഈ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് എത്തുന്നത്, അല്ലെ? അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല ആശയങ്ങളും ആമുഖത്തിലും കാണാൻ പറ്റും ലക്ഷ്യപ്രമേയത്തിന്റെ. അതുകൊണ്ടാണ് ആമുഖത്തിന്റെ ആദ്യ രൂപം എന്ന് ലക്ഷ്യപ്രമേയത്തിനെ പറയുന്നതും ആമുഖത്തിന്റെ ശില്പി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ പറയുന്നതും. ഓക്കെ, ലക്ഷ്യപ്രമേയത്തിന്റെ ആദ്യ കാര്യം പറയുന്നത് എന്താണ്? ആദ്യത്തെ പോയിന്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ആദ്യം തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യമാണ് അവിടെ പറയുന്നത്. എന്താ അവർ ലക്ഷ്യം വെക്കുന്നത്? ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ടുള്ള ഇന്ത്യയെ വാർത്തെടുക്കാൻ വേണ്ടി കൊണ്ടുവരുള്ള ഒരു പ്രതിജ്ഞ അവരെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് അവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ അടുത്തത് നോക്കിയേ, എന്തായിരിക്കണം ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കണം ഇന്ത്യ? ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളുടെയും, ഓരോന്നും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണുക. ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളുടെയും, പിന്നെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെയും, പിന്നെ ഇന്ത്യയുടെ യൂണിയൻ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെയും. അപ്പൊ നോക്കണേ എന്തൊക്കെ കാര്യങ്ങളാ? ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യൻ, പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങള്, പിന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇനി ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറമെയുള്ള പ്രദേശങ്ങളുടെയും കൂടെ യൂണിയൻ ആയിരിക്കും ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇനി ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? എല്ലാം സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ സ്വയംഭരണ യൂണിറ്റുകൾ പറഞ്ഞാൽ സ്വയം ഭരിക്കാനുള്ള ഒരു സഭ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള, കേന്ദ്ര ഗവൺമെന്റിന് അല്ലാതെയുള്ള ബാക്കി എല്ലാ അധികാരങ്ങളും ഈ സ്വയംഭരണ യൂണിറ്റുകൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ ഇല്ലേ? യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കുന്ന ആരാ? കേന്ദ്ര ഗവൺമെന്റ്. അതിലില്ലാത്ത കാര്യങ്ങളിലൊക്കെ സംസ്ഥാന ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാം. അതേപോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാവാതെയുള്ള അധികാരങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു സ്വയംഭരണ യൂണിറ്റുകൾക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയേ, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരവും, പരമാധികാരം ആർക്കാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്? ജനങ്ങൾക്കാണ്. എവിടുത്തെ ജനങ്ങൾക്ക്? ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. പിന്നെ നമുക്ക് ഉറപ്പ് നൽകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയും, പിന്നെ പദവിയിലും അവസരത്തിലുള്ള സമത്വവും, നിയമത്തിന് മുമ്പിലുള്ള സമത്വവും, പിന്നെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായിട്ടുള്ള സംസാരം, വിശ്വാസം, ആവിഷ്കാരം, ആരാധന, തൊഴിൽ, സംഘടന, പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഉറപ്പു തരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിലൂടെ നമുക്ക് ഉറപ്പു തരും എന്നുള്ളൊരു വാഗ്ദാനം കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ? ഒന്നാമത്തത്, ഇന്ത്യയിലേക്ക് ഈ ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആക്കാനുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങള്, ഇന്ത്യയുടെ സംസ്ഥാനങ്ങള്, ഇനി ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? മൂന്നാമത്തെ കാര്യം പറയുന്നത് അധികാരത്തിനെ കുറിച്ചാണ്. അധികാരം ഓരോന്നും എന്തായിരിക്കും? സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കേന്ദ്ര ഗവൺമെന്റിലല്ലാത്ത ബാക്കി എല്ലാ അധികാരങ്ങളും ഈ സ്വയംഭരണ യൂണിറ്റുകൾക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ പരമാധികാരി ആരായിരിക്കും? ജനങ്ങളായിരിക്കും. ഇവിടെയുള്ള പരമാധികാരം ജനങ്ങൾക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയും. പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന നീതിനെ കുറിച്ചും സമത്വത്തിനെ കുറിച്ചും സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത് ലക്ഷ്യപ്രമേയത്തിൽ. ഈ ലക്ഷ്യപ്രമേയമാണ് എന്തായി മാറുന്നത്? 46 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആരാ അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയിലെ ആമുഖമായിട്ട് മാറുന്നത്. ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം. എനിക്കറിയാം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ? ഇതില് ആമുഖത്തില് കൃത്യമായിട്ട് രാഷ്ട്രത്തിന്റെ സ്വഭാവം പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കോഡാണ്, അല്ലെ? പസോമജറി അല്ലെങ്കിൽ പസമജറി എന്നും പറയാം. പരമാധികാര, സ്ഥിതിസമത്വം, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പിന്നെ ആമുഖത്തിലെ കീവേഡ്സ് എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ അടുത്തത് സാഹോദര്യം,
അല്ലെ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ആമുഖത്തിന് രേഖപ്പെടുത്തിയ ഡേറ്റ് ഏതാ? 49 നവംബർ 26 1976 42 ഭേദഗതിയിലൂടെയാണ് ആമുഖം ഏകതവണ അല്ലെ ഒറ്റത്തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതും ഓർമ്മിച്ചു വെക്കുക. അതിലൂടെയാണ് ഈ സ്ഥിതിസമത്വം എന്ന് പറഞ്ഞ വാക്കും മതേതരത്വം എന്ന് പറഞ്ഞ വാക്കും ഈ ഒരു അഖണ്ഡത എന്ന് പറഞ്ഞ വാക്കും കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ലക്ഷ്യപ്രമേയം, ലക്ഷ്യപ്രമേയത്തിന്റെ ആശയങ്ങള്, ആമുഖം, ആമുഖത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഭരണഘടനയുടെ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം. അപ്പം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് എന്തിന്റെ നിർദ്ദേശാനുസരണമാണ്? ക്യാബിനറ്റ് മിഷൻ. ശരിക്കും ക്യാബിനറ്റ് മിഷൻ എന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നാണ്. എന്താണ്? ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. ഇത് അറിയപ്പെട്ട പേരാണ് എന്ത്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇനി 46 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. എന്നാൽ ആദ്യ സമ്മേളനം നടക്കുന്നതോ ഡിസംബർ 9. അന്നു മുതൽ, അതായത് 1946 ഡിസംബർ 9 മുതൽ 1949 നവംബർ 26 വരെ എത്ര ദിവസം? 2 വർഷം 11 മാസം 17 ദിവസം. കൃത്യമായിട്ട് നോക്കുക. ആദ്യത്തെ സമ്മേളനം മുതൽ അംഗീകരിക്കുന്ന ഡേറ്റ് വരെയുള്ള സമയമാണ് നമ്മൾ പറയുന്നത്. 2 വർഷം 11 മാസം പിന്നെ 17 ദിവസം എടുത്തിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത്? ഭരണഘടന രൂപീകരിക്കുന്നത്. ഓക്കെ, 49 നവംബർ 26 അംഗീകരിച്ച് നിലവിൽ വരുന്നത് എപ്പോഴാ? 50 ജനുവരി 26 അതിൽ എത്ര ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 22 ഭാഗങ്ങള്, 395 ആർട്ടിക്കിള്, 8 പട്ടികകള്. ഓക്കെ അല്ലേ? എത്ര ഭാഗമാണ്? 22 ഭാഗങ്ങള്, 395 ആർട്ടിക്കിള്, 8 പട്ടിക. ക്ലിയർ അല്ലേ? ഇനി എപ്പോഴാണ് നിലവിൽ വരുന്നത്? കൃത്യമായിട്ട് പറഞ്ഞു. ഇനി എന്തൊക്കെയാ ഈ ഭരണഘടനയിൽ ഉണ്ടായിരുന്നേ? ഒന്ന്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങള്, ലക്ഷ്യപ്രമേയത്തിലുള്ള ആശയങ്ങൾ. ഇത് കൂടാതെ നമ്മുടെ പല ഭരണഘടനയെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് കടമെടുത്ത അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത കുറച്ച് ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. നോക്കാം നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ, മെയിൻ ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം പറയുന്നുണ്ട്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ലിഖിത ഭരണഘടനയാണ്. എന്നാൽ എങ്ങനത്തെയാണ്? ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. ആദ്യത്തെ ചോദിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. എന്നാൽ നമ്മുടേത് ഏറ്റവും വലിയ ഭരണഘടനയാണ്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ ഒരു രേഖ. അതെന്തുകൊണ്ടാ? രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ സവിശേഷത എന്താ? പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. ഈ നിയമനിർമ്മാണ സഭ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? പാർലമെന്റ് ആണ് അല്ലെ? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് പാർലമെന്റ് എന്ന പേരിലാണ്. രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതി ഉൾപ്പെടുന്നതാണ് പാർലമെന്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. രണ്ടാമത്തത് പാർലമെന്ററി സമ്പ്രദായം. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താ? ദൃഢവും അയവുള്ളതുമായ ഭരണഘടന. നമ്മുടെ ഭരണഘടന ദൃഢമായതാണെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഭരണഘടന ദൃഢമായതാണെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ഭരണഘടന അയവുള്ളതാണെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. എങ്ങനെയാ അപ്പൊ അത് പറയേണ്ടത്? നമ്മുടെ ഭരണഘടന ദൃഢമായതും അയവുള്ളതുമാണ്, രണ്ടുമാണ്. ചില സവിശേഷതകൾ എന്താ? ഭയങ്കര ദൃഢമായിട്ടുള്ളതാണ്, അങ്ങനെ എളുപ്പം മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. എന്നാൽ ചില സവിശേഷതകൾ നോക്കിയാലോ കുറെ അയവുള്ളതാണ്, ഈസി ആയിട്ട് മാറ്റങ്ങൾ വരുത്താം. സാധാരണ ഒരു നിയമം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഭേദഗതി ചെയ്യാം. എന്നാൽ ചിലത് ഭേദഗതി ചെയ്യാനോ പ്രത്യേക നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? ദൃഢവും അയവുള്ളതുമാണെന്ന് പറയുന്നത്. അവസാനത്തെ നോക്കിയേ, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളും ഇനി വ്യക്തി രാഷ്ട്രത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഇത് രണ്ടിലും പറയുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മൗലികാവകാശങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. മൗലിക കർത്തവ്യങ്ങൾ 11 ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ലിഖിത ഭരണഘടന, പിന്നെ പാർലമെന്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമാണ്, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രം ഇനി എങ്ങനെയാണ് ഇവിടെ ഭരണം നടത്തേണ്ടതെന്നും ഇനി ഇവിടെ എങ്ങനെ
കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ രാഷ്ട്രത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് എന്ത്? നിർദ്ദേശക തത്വങ്ങൾ. അതും ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. പിന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, 2 സഭകളാണ് നമുക്കുള്ളത്. ഒരു സഭയല്ല, 2 സഭകൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനതയെയും പ്രതിനിധീകരിക്കുന്ന എന്താണ്? അധോസഭ എന്നറിയപ്പെടുന്ന ലോകസഭയുണ്ട്. പിന്നെ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി, എന്താ രണ്ടാമതൊരു ചിന്ത? എങ്ങാനും ഒരു സഭയോട് എന്തെങ്കിലും അബദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു പോയാലും അത് രണ്ടാമത്തെ സഭയിലേക്ക് എത്തുമ്പോൾ ഒന്നും കൂടെ റിവ്യൂ ചെയ്യാണ്, അല്ലെ? ഒരു സഭയോട് എങ്ങാനും ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു പിഴവ് സംഭവിച്ചു പോയി, പക്ഷെ അത് അടുത്തൊരു സഭയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാണ്? ഒന്നും കൂടി അത് റിവ്യൂ ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇത് ഇവിടുന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. നമ്മുടേത് ആക്ച്വൽ ഒരു ഫെഡറലിസം ആണെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? ഈ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരങ്ങൾ വിഭജിച്ച് നൽകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫെഡറലിസം എന്ന് വിളിക്കുക. എന്നാൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിൽ മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഏകായത്ത ഭരണവ്യവസ്ഥ എന്നാണ് പറയുക. എന്താണ്? ഏകായത്ത ഭരണവ്യവസ്ഥ, യൂണിറ്ററി സിസ്റ്റം എന്ന് പറയും. ഇത് ഫെഡറലിസത്തിന്റെ മലയാളം എന്താ? സംയുക്ത ഭരണവ്യവസ്ഥയാണ്. ഫെഡറലിസത്തിന്റെ മലയാളം എന്താണ് വരുന്നത്? സംയുക്ത ഭരണവ്യവസ്ഥയാണ്. സംയുക്ത ഭരണവ്യവസ്ഥ. ഓക്കെ, ഒന്ന് ഓർമ്മിച്ച് വെക്കോട്ടെ. എങ്ങാനും ആ ഒരു പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫെഡറലിസത്തിന് പകരം ഈ ഒരു വാക്കാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ വിടും. ഓക്കെ, അപ്പം ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. നമ്മുടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അധികാരം ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് ആണ്, അല്ലെ? അധികാരം എന്ത് ചെയ്യാണ്? വികേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. എങ്ങനെയാ വിഭജിച്ചത്? 3 ലിസ്റ്റുകളിലായിട്ട്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ, അല്ലെ? എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂണിയൻ ലിസ്റ്റിലായിരിക്കും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാവുക. കാരണം എന്താ? കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരം. അതുകൊണ്ടാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം ആണ്. കാരണം അന്ന് ഈ വൈവിധ്യമേറിയ സംസ്ഥാനങ്ങളൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് എങ്ങാനും ഇത് സ്വന്തം ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോകുമോ എന്നുള്ളൊരു ഭയം അന്നുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഭരണഘടനാ നിർമ്മാതാക്കൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ശക്തമായ ഒരു കേന്ദ്രം ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യയുടെ ഐക്യം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അതായത് സ്വതന്ത്രമായിട്ടുള്ള മറ്റ് 2 വിഭാഗങ്ങളിൽ നിന്ന്, അതായത് നിയമനിർമ്മാണ വിഭാഗത്തു നിന്നും കാര്യനിർവഹണ വിഭാഗത്തു നിന്നും മൊത്തമായിട്ടും സ്വതന്ത്രമായ, അവരുടെ ഒരു സ്വാധീനവും ഇല്ലാത്ത നീതിന്യായ വ്യവസ്ഥയാണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. ഇതും നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. അപ്പൊ എന്തൊക്കെയാ? ലിഖിത ഭരണഘടന, അല്ലെ? പാർലമെന്ററി ജനാധിപത്യം, പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഇതാ ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ഫെഡറലിസത്തിന്റെ കാര്യം ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ആണുള്ളത്, പിന്നെ നീതിന്യായ വ്യവസ്ഥ, പിന്നെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ, എന്താ നമ്മൾ പറയാ? സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാ പറയാ. ഇലക്ഷൻ കമ്മീഷന് സ്വതന്ത്രമായിട്ട് കുറെ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ പഠിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും കൂടെ നൽകിയത് നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയായിട്ടാണ് കാണുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓരോ സവിശേഷതയും എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ ഫെഡറലിസം. എന്തൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പോയിന്റുകൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് നോക്കിയേ. രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നു. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നു എന്ന് പറയുന്നത്? ഓരോ സംസ്ഥാനങ്ങൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വയംഭരണാധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ആ സംസ്ഥാനങ്ങളിലുള്ള ഒരുവിധം വൈവിധ്യം കാര്യങ്ങളുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? നിയമനിർമ്മാണത്തിലേക്ക് എത്തുകയാണ്. ഓക്കെ അല്ലേ? ഇനി പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നു. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പ്രാദേശിക പ്രാതിനിധ്യം എവിടെ ഉണ്ടാവുന്നുണ്ട്? സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഇനി വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നു. അതെന്തുകൊണ്ടാ? കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ ശക്തമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ സംസ്ഥാനങ്ങൾ പോവാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയില്ല, നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. ഇനി ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം
പിന്നെയോ ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യൻ ഫെഡറലിസം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസം എന്തിനൊക്കെയാണ് ഇതിലുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണെന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നത്. നമുക്ക് കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. ഇവരെന്ത് ചെയ്യുക ചെയ്യുന്നത്? അധികാരം പങ്കിടുകയാണ് ചെയ്യുന്നത്. ഈ അധികാരം പങ്കിട്ട് നൽകുന്ന രീതിയാണ് എന്ത്? ഫെഡറലിസം എന്ന് പറയാം. ഇനി ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാ? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. മൂന്ന് ഓപ്ഷൻ ആയിട്ട് കാണാം. എന്തൊക്കെയാ? എഴുതപ്പെട്ട ദൃഢമായിട്ടുള്ള ഭരണഘടന, പിന്നെയോ അധികാര വിഭജനം, പിന്നെ അടുത്ത എന്താ? സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെയാണ് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത്. ഇനി നോക്കുക, യൂണിയനും ഭൂപ്രദേശവും ഭരണഘടനയുടെ ഭാഗം 1 ജസ്റ്റ് നോക്കി വെക്കുക. ഇന്ത്യൻ ഫെഡറലിസത്തിനെ പറ്റി കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഭരണഘടനയുടെ ഭാഗം 1 പറയുന്നതിനെ കുറിച്ചാണ്, ഇന്ത്യൻ യൂണിയനെ കുറിച്ചും അതിന്റെ ഭൂപ്രദേശത്തിനെ കുറിച്ചാണ്. അതിൽ ആർട്ടിക്കിൾ 1 പറയുന്നുണ്ട്. ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയുള്ള അതിൽ ആർട്ടിക്കിൾ 1 പറയുന്നുണ്ട് ഇന്ത്യ, അതായത് ഭാരതം എന്തായിരിക്കും? സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്താ പറയുന്നത്? ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധമായിരിക്കും. ഭാരതത്തിന്റെ ഭൂപ്രദേശം, സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം, ഇതൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുന്നത്. നോക്കാം, ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം എന്താ പറയുന്നത്? ഇന്ത്യ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അത് നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ ഫെഡറലിസം ആണെന്ന് പറയുന്നുണ്ട്, ശക്തമായ കേന്ദ്രമോട് കൂടിയ ഫെഡറലിസം ആണ് പറയുന്നുണ്ട്. പക്ഷെ ഭരണഘടനയിൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നില്ല? ഈ ഫെഡറലിസത്തിനെ കുറിച്ച് പറയുന്നില്ല. ഇന്ത്യയുടെ ഈ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്നതിനും പിന്നെ രാജ്യത്തിന്റെ ഐക്യവും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിക്കൊണ്ടാണ് നമ്മൾ എന്ത് സ്വീകരിച്ചത്? ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചത്. നോക്കുക, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ കൃത്യമായിട്ട് നമ്മുടെ ഫെഡറലിസത്തിനെ കുറിച്ച് ഇത്രയും വാദോരാതെ SCERT പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? നോക്കുക, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി പൊതുവായിട്ടൊരു ഭരണഘടന. സംസ്ഥാനങ്ങൾക്കൊന്നും പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഭരണഘടന അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പദവി ഒന്നും തന്നെ കൊടുക്കുന്നില്ല. പിന്നെയോ ഭരണഘടനയുടെ പരമാധികാരം, ഏറ്റവും പരമാധികാരം എന്തിനാണെന്ന് പറയുന്നുണ്ട്? നിയമമാണ്. ഇവിടെ നിയമവാഴ്ചയാണ്. അപ്പൊ ഭരണഘടനയുടെ പരമാധികാരം. പിന്നെ അടുത്ത കാര്യം പറയുന്നത് എന്താ? ഏക പൗരത്വം. നമ്മൾ കേരളീയൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യനുമാണ്, അല്ലെ? പക്ഷെ നമുക്ക് പ്രത്യേകമായിട്ട് കേരളീയൻ എന്നൊരു പൗരത്വം അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൽ പൗരത്വം എടുക്കാനുള്ള അധികാരം എന്തെങ്കിലും നൽകുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്തുള്ളത്? ഏക പൗരത്വമാണുള്ളത്. പിന്നെ അടുത്ത കാര്യം പറയുന്നത് എന്താ? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ ആർക്കാണ് മേൽക്കൈ? കേന്ദ്രത്തിനാണ്, സംസ്ഥാനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് തന്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭരണഘടനയിൽ മാറ്റം വരുത്താനോ അങ്ങനെയൊന്നും കഴിയില്ല. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. 2 സഭകൾ ഉൾപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പിഴവോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയും ചെയ്യുന്നു. അതുമാത്രമല്ല കുറേ സംസ്ഥാനങ്ങളുള്ളത് കൊണ്ട് ഇതിനൊക്കെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും വേണ്ടി കൊണ്ട് കഴിയുന്നു, അല്ലെ? അടുത്തത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അധികാരം വിഭജിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. യൂണിയൻ ലിസ്റ്റിൽ കുറെ വിഷയങ്ങൾ ഉണ്ടെന്ന് ഓർമ്മിച്ചു വെക്കാം. നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ്. പിന്നെ അടുത്ത കാര്യം പറയുന്നത് എന്താ? അർദ്ധ ഫെഡറൽ സംവിധാനം, ഹാഫ് ഫെഡറൽ അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. നോക്കണേ, ഇത്രയും ഫെഡറലിസത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് എന്ന് പറയുന്നതിൽ പറയുന്നില്ല, ഭരണഘടനയിൽ പറയുന്നില്ല. എന്താ ആർട്ടിക്കിൾ 1 പറയുന്നത്? ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും എന്ത് ചെയ്യുന്നു? വിഭജിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്നും കൂടി എന്ത് ചെയ്യുക? ഓർമ്മിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? നോക്കുക, അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടിക. 7-ാം പട്ടികയിൽ പറയുന്ന കാര്യങ്ങൾ എന്താ? ലിസ്റ്റുകളെ കുറിച്ചാണ്,
അല്ലെ? ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിൽ പറയുന്ന കാര്യം എന്താണ്? ലിസ്റ്റുകളെ കുറിച്ച്. നമുക്ക് ഏതൊക്കെ ലിസ്റ്റുകളാണ് ഉള്ളത്? ഒന്ന് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലെ, പിന്നെയോ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ്. ഇത് മൂന്നിലും ഉൾപ്പെടാത്ത അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലാണ്? അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും. അവശിഷ്ട അധികാരങ്ങൾ. ഓക്കെ, ഈ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യത്തിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലെ? അപ്പൊ രാജ്യത്തിനെ മൊത്തം ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് നിയമം നിർമ്മിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിലോ സംസ്ഥാന ഗവൺമെന്റ്. കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിലോ അത് 2 ഗവൺമെന്റിനും ഈ ഒരു ലിസ്റ്റിലുള്ള വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ട്. എന്നാൽ 2 ഗവൺമെന്റും കൂടെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയത്തിൽ ഒരുമിച്ച് നിയമം നിർമ്മിക്കുകയാണെങ്കിൽ കേന്ദ്ര നിയമത്തിനായിരിക്കും കൂടുതൽ എന്തുണ്ടാവുക? സാധുത ഉണ്ടാവുക. സംസ്ഥാനം നിർമ്മിച്ച നിയമം എന്താവും? അസാധുവായി പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിനാണ് കൂടുതൽ ശക്തി എന്ന് പറയുന്നത്. ഇനി അവശിഷ്ട അധികാരങ്ങളുള്ള കാര്യത്തിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കുള്ളത്? കേന്ദ്ര ഗവൺമെന്റിനാണുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം നമുക്ക്. അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവേഴ്സ് ഏതിലാ പറയുന്നത്? 7ാം പട്ടികയിൽ. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടിക ഏതാണ്? 7ാം പട്ടിക. യൂണിയൻ ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരം. എത്ര വിഷയങ്ങളാ പറയുന്നത്? 97 വിഷയങ്ങളാണെന്നാ പറയുന്നത്. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം, ഇതിലൊക്കെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന പട്ടികയിലുള്ള നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക അല്ലെ? സംസ്ഥാന ഗവൺമെന്റിനാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ നിയമനിർമ്മാണ അധികാരമുള്ളത് 66 വിഷയങ്ങൾ എന്നാണ് പറയുന്നത്. 66 വിഷയങ്ങൾ. ഉദാഹരണം എന്തൊക്കെയാ? കൃഷി, ജയില്, പോലീസ്, പിന്നെ തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയുള്ളത്? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉള്ളത്. അതിലുള്ള അധികാരം ആർക്കാണ്? നിയമം നിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. ഇനി അടുത്ത ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ്. ഈ പേര് കണ്ടോ നിങ്ങൾ? കൺകറന്റ് ലിസ്റ്റിന്റെ മലയാളമാണ് എന്ത്? സമവർത്തി ലിസ്റ്റ്. 47 വിഷയങ്ങൾ എന്നാ പറയുന്നത്. എന്തൊക്കെയാ? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ അതായത് തൊഴിലാളി സംഘടനകള്, വിവാഹം, ജനനം, മരണ രജിസ്ട്രേഷൻ മുതലായവയൊക്കെ ഉൾപ്പെടുന്ന ഏതിലാണ്? സമവർത്തി ലിസ്റ്റിലാണ്. ഇനി അവശേഷിക്കുന്ന അധികാരങ്ങൾ, ഇതിലൊന്നും ഉൾപ്പെടാത്ത വിഷയങ്ങളെ എന്താ വിളിക്കുന്നത്? അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് സൈബർ നിയമങ്ങളൊക്കെ എന്തിലാണ് ഉൾപ്പെടുന്നത്? അവശിഷ്ട അധികാരങ്ങളിലാണ്. ഈ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് ആരാണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ളത്? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനാണ്. ഓക്കെ, അപ്പൊ അധികാരം വേർതിരിക്കുന്നതിനെ കുറിച്ച് BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു വാക്യാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും നിർവചിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവർക്ക് 3നും സ്ഥാനങ്ങൾ? എന്തൊക്കെയാണ് ഇതിന്റെ 3ന്റെ അധികാരങ്ങൾ? എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഭരണഘടനയാണ്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക. അവർക്ക് അധികാരങ്ങൾ കൊടുക്കുന്നതും അവരുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതും ഒക്കെ എവിടെ തന്നെയാ പറയുന്നത്? ഭരണഘടനയിൽ തന്നെയാണ് പറയുന്നത്. ഇനി അതായത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഘടകത്തിന് കൂടുതൽ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ അവർക്കൊരു ഡൊമിനിയൻ പദവി കിട്ടിപ്പോവോ അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലേക്കുള്ള ഭരണമാറ്റത്തിന് മുന്നോട്ട് പ്രശ്നമാവോ എന്നുള്ളതൊക്കെ എന്തായിരുന്നു? ഇവർ അന്നേ ഭയന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിനെയും എന്താണ് ഒരു കൺട്രോൾ, അവിടെ നീതിന്യായ വിഭാഗത്തിനെ കൺട്രോൾ ചെയ്യാൻ പാർലമെന്റിനെ കൺട്രോൾ ചെയ്യാൻ എക്സിക്യൂട്ടീവിനും, അങ്ങനെ ഓരോന്നിനും കാര്യനിർവഹണ വിഭാഗത്തിനും ഒക്കെ 3നെയും കൺട്രോൾ ചെയ്യാനുള്ള, അതായത് 3നും ഈക്വൽ പവേഴ്സ് കൊടുക്കുന്നത് പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അധികാരം വിഭജിച്ചിട്ടുള്ളത്. നോക്കണേ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം വിഭജിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അധികാരങ്ങൾ 3 ഘടകങ്ങൾക്കിടയിൽ വിഭജിച്ച് നൽകുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാവും. ആരുടെ വാക്കുകളാ? BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അപ്പം ഇനിയും നമുക്ക് ഈ ടോപ്പിക്കുകളിൽ നിന്ന് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു നിയമനിർമ്മാണത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തിനും ഒക്കെ എങ്ങനെയാണ് അധികാരം വിഭജിച്ച് നൽകിയിട്ടുള്ളത്, ഇവർ പരസ്പരം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചുള്ള കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് രാജ്യസഭ, ലോകസഭ, ഇനി ഭേദഗതി ചെയ്യുന്ന രീതികൾ, 3 തരത്തിലുള്ള ഭേദഗതികൾ, ഇതൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പം ഓൾറെഡി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ചു, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഒന്നുകൂടെ അതിൻ്റെ SCERT എന്തൊക്കെയാണ് പറയുന്നത്, അതിലുള്ള ഓരോ സെന്റൻസും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നല്ല രീതിക്ക് തന്നെ പഠിക്കുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നല്ല രീതിക്ക് റിവൈസ് ചെയ്യുക. പറ്റുന്നിടത്തോളം വായിച്ചത് എത്ര തന്നെ ആയിക്കോട്ടെ പിന്നെയും 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 സമയം കിട്ടുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്